ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ ഞെട്ടിപ്പിക്കുന്ന രഹസ്യങ്ങളാണ് പുറംലോകം അറിഞ്ഞിരിക്കുന്നത്. കാലങ്ങളായി സിനിമയിലെ പ്രമുഖർക്കെതിരെ ശബ്ദിക്കുന്നവരെ വിലക്കിയും മറ്റും നിശബ്ദരാക്കുന്ന സംഭവങ്ങളും നിരവധിയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ ചർച്ചയാകുമ്പോൾ മൺമറഞ്ഞുപോയ അതുല്യ കലാകാരൻ തിലകനാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമായിരിക്കുന്നത്. തന്റേതായ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും അനീതിക്കെതിരെ ശക്തമായി പോരാടുകയും ചെയ്തതിന്റെ പേരിൽ അമ്മയിൽ നിന്നും വിലക്കപ്പെടുകയും സിനിമാ ലോകത്ത് നിരവധി ശത്രുക്കളെ സമ്പാദിച്ചിട്ടുള്ള ഒരു നടനും കൂടിയാണ് തിലകൻ. അമ്മയോട് ബഹുമാനമാണ്, എന്നെ പെറ്റമ്മയോടും അമ്മ എന്ന സംഘടനയോടും എനിക്ക് ബഹുമാനമാണ്. ഒരാൾ പോലും അമ്മയ്ക്കെതിരായി തിലകൻ സംസാരിച്ചു എന്ന് പറയരുത്. അങ്ങനെ പറയുന്നുണ്ട്, അതെന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ തുറന്നു പറയുന്നു, അമ്മയോട് എനിക്ക് ബഹുമാനമാണ്, അമ്മ എന്ന സംഘടനയോടും. പക്ഷെ ആ സംഘടനയിൽ ഇരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ്. ഒരു മാഫിയ പോലെയാണ്, തീവ്രവാദപരമാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒളിയമ്പുമായി എത്തിയിരിക്കുകയാണ് നടൻ ഷമ്മി തിലകൻ. ചില്ലക്ഷരം കൊണ്ടുപോലും കള്ളം പറയാത്ത കള്ളൻ ചിരിക്കണ്ട എന്ന അടിക്കുറിപ്പോടെ നടൻ തിലകനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചാണ് മകൻ ഷമ്മി തിലകൻ പ്രതികരിച്ചിരിക്കുന്നത്. മലയാള സിനിമയിൽ താരാധിപത്യത്തിനെതിരെ ആദ്യം കലാപക്കൊടി ഉയർത്തിയയാളാണ് അന്തരിച്ച നടൻ തിലകൻ. താരസംഘടനയെയും അതിന്റെ നേതൃനിരയിലിരുന്ന സൂപ്പർ താരങ്ങളെയും നിശിതമായി വിമർശിച്ചതിന്റെ പേരിൽ മഹാനടനെ ദീർഘകാലം സിനിമയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയിരുന്നു. വെള്ളിത്തിരയിലെ മാഫിയ സംഘങ്ങളെക്കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എടുത്തു പറയുമ്പോൾ ഷമ്മിയുടെ പോസ്റ്റ് പിതാവിന്റെ പോരാട്ട വഴികളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ കടന്നുപോകില്ല. ഈ വാർത്ത കണ്ടപ്പോൾ അന്ന് തിലകൻ സാർ പറഞ്ഞത് ഓർത്തുപോകുന്നുവെന്നും മറ്റുമുള്ള തിലകനെ അനുകൂലിച്ചുകൊണ്ടുള്ള കമന്റുകൾ ഈ പോസ്റ്റിന് താഴെ നിരവധിയാണ് വന്നിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ താരങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകൻ വിനയൻ രംഗത്തെത്തി. ഫേസ്ബുക്ക് പേജിലൂടെയാണ് വിനയൻ കുറിപ്പ് പങ്കുവച്ചത്. സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ 12 വർഷം വിലക്ക് വാങ്ങിയ സംവിധായകനും കൂടിയാണ് വിനയൻ. സിനിമാ രംഗത്തേക്ക് കടന്നുവരുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യാതെ സംരക്ഷിക്കേണ്ടതിന്റെ കടമ സംഘടനകൾക്കാണ്. അതിലവർ എടുക്കുന്ന നിലപാടുകൾ ഏമാനെ സുഖിപ്പിക്കുന്നതാകരുത്. സ്ത്രീ സുരക്ഷ പോലെ ഗൗരവമാണ് തൊഴിൽ വിലക്കിന്റെ മാഫിയാവൽക്കരണവും. വിമർശിച്ചതിന്റെ പേരിൽ 12 വർഷത്തോളം എന്നെ വിലക്കി നശിപ്പിച്ചവരാണ് നിങ്ങൾ. എന്നെ അനുകൂലിച്ചെന്ന് പറഞ്ഞ് തിലകനെയും നിങ്ങൾ വിലക്കി. ഏതു പ്രമുഖന്റെയും മുഖത്തു നോക്കി കാര്യങ്ങൾ തുറന്നു പറയാൻ ജൂനിയർ ആർട്ടിസ്റ്റിനും ധൈര്യം കൊടുക്കുന്ന സംഘടനയെ തകർത്ത് നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന സംഘടന ഉണ്ടാക്കിയതെന്തിനാണ്? അവിടെ നിന്നല്ലേ ഈ തെമ്മാടിത്തരങ്ങളുടെയും സിനിമാ ഗുണ്ടായിസത്തിന്റെയും വേലിയേറ്റം തുടങ്ങിയത്. ഇങ്ങനെ തുടർന്നു പോരുന്നു വിനയന്റെ കുറിപ്പ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെറുമൊരു റിപ്പോർട്ടായി മാത്രം കാണേണ്ടതല്ല. സമൂഹത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന മേഖലയാണ് സിനിമ. ഇതിനുള്ളിൽ ഇത്രയും വികൃതമായ തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ടതും നടപടിയെടുക്കേണ്ടതും അനിവാര്യമാണ്. സംഭവത്തിൽ വരും ദിവസങ്ങളിൽ വലിയൊരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചേക്കുമെന്ന കാര്യം സംശയമില്ല.